പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഒരു കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരൻ്റെ, റെയിൽവേ ജീവനക്കാരൻ്റെ ജീവിതം സുരക്ഷിതമാക്കുന്ന സാമൂഹ്യ സുരക്ഷാ ഉപാധിയാണ് പെൻഷൻ. എന്നാൽ 2004 മുതൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനു പകരം തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്ന് 10% കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനെ അട്ടിമറിച്ചിരിക്കുകയാണ്. ന്യൂ പെൻഷൻ സ്കീം എന്ന പേരിൽ തുടങ്ങിയ പദ്ധതിക്ക് പിന്നീട് നാഷണൽ പെൻഷൻ സ്കീം എന്ന പേര് മാറ്റിയെങ്കിലും ഷെയർ മാർക്കറ്റിൻ്റെ ഗതിവിഗതികൾക്ക് തൊഴിലാളികളിൽ നിന്ന് ശേഖരിക്കുന്ന പണം നൽകിക്കൊണ്ട് പെൻഷൻ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉറപ്പു നൽകുന്നത് പോലെ ലഭിക്കുമോ ഇല്ലയോ എന്ന അനിശ്ചിതത്വത്തിലേക്ക് ഈ സാമൂഹിക സുരക്ഷാ പെൻഷനെ മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിച്ചിട്ടുള്ളത്. തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് ദേശവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ഈ നാഷണൽ പെൻഷൻ സ്കീമിലുള്ള തൊഴിലാളികൾ വിരമിച്ചപ്പോൾ അവർക്ക് നാമമാത്രമായ തുക മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യം നേരിലറിഞ്ഞ തൊഴിലാളികൾ ശക്തമായി പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ചെറിയ മാറ്റങ്ങളോടെ ഇപ്പോൾ UPS നടപ്പിലാക്കിയിരിക്കുകയാണ്. UPS ആയാലും NPS ആയാലും അത് പെൻഷൻ കവർന്നെടുക്കുന്ന, പെൻഷൻ ഇല്ലാതാക്കുന്ന സ്കീമുകളാണ്. 30-35 വർഷത്തെ സർവീസിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ എങ്ങനെയാണ് തങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചിട്ടുള്ള തുക ഉപയോഗപ്പെടുത്തേണ്ടതെന്നും ആ ഉപയോഗപ്പെടുത്തിയ തുക തങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ പെൻഷനായി ലഭിക്കുമോ എന്നും ഉറപ്പില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് റെയിൽവേയിലെ തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ സംഘടനകൾ, അതുപോലെ തന്നെ ഫോറം ഓഫ് നാഷണൽ അസോസിയേഷൻസ് ഓഫ് പെൻഷനേഴ്സ് എന്നിവ ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് OPS ആണ് വേണ്ടത്, NPS-ഉം UPS-ഉം വേണ്ട എന്നുള്ളതാണ്. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഈ വരുന്ന 29-ാം തീയതി ജനറൽ മാനേജറുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അതിൽ പോളിസി മാറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ ഭരണകൂടത്തോട്, ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാന മുദ്രാവാക്യം ഞങ്ങൾക്ക് NPS വേണ്ട, UPS വേണ്ട, ഞങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനായിട്ടുള്ള OPS വേണമെന്നാണ്. ആ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുവാനാണ് തൊഴിലാളികളും അതുപോലെ വിരമിച്ച തൊഴിലാളികളുടെ സംഘടനകളും തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജനറൽ മാനേജർ ഓഫീസിന് മുമ്പിൽ നടക്കുന്ന പ്രതിഷേധ സമരത്തിൽ GM ഓഫീസ് മാർച്ചിൽ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളും അണിനിരക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയനു വേണ്ടി മാത്യു സിറിയക്, സോണൽ വൈസ് പ്രസിഡന്റ്, ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ.